സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് സെറ്റ് ഓഫ് ലോസസ് ആണ്. അതായത് ഒരു ഹെഡ് ഓഫ് ഇൻകത്തിൽ ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസ് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അത് ഇല്ലാതാക്കുന്നത് മറ്റേതെങ്കിലും ഒരു സോഴ്സിലെ ഇൻകമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹെഡിലെ ഇൻകവുമായിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ആ ലോസ് ഇല്ലാതാക്കുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് ആ ലോസുകൾ സെറ്റ് ഓഫ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡ്. സെക്ഷൻ 70 അത് പറഞ്ഞിരിക്കുന്നത്. സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡ്. അതിന് മറ്റൊരു പേരും കൂടെ പറയും ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ്. അതായത് ഒരേ ഹെഡിലെ തന്നെയുള്ള ഇപ്പോൾ ഒരു ഹെഡിൽ ഇപ്പോൾ നെറ്റ് റിസൾട്ട് എല്ലാം ഇൻകവും എല്ലാം കൂടെ ചേർത്ത് നെറ്റ് റിസൾട്ട് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സച്ച് ലോസ് ഈസ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം എനി സോഴ്സ് അണ്ടർ ദി സെയിം ഹെഡ്. അതേ ഹെഡിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ഒരു സോഴ്സിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ബിൽഡിംഗ് എയിൽ ഇൻകം 20,000, ബിൽഡിംഗ് ബിയിൽ ലോസ് 15,000. ഈ ലോസിനെ നമുക്ക് ഇതേ ഹെഡിൽ തന്നെ വരുന്ന മറ്റൊരു സോഴ്സ് അല്ലേ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന കാറ്റഗറിയിൽ നമുക്ക് പറയാവുന്നതാണിത്. അപ്പോൾ ആ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു ഹെഡിലെ ഒരു സോഴ്സിൽ ലോസും മറ്റൊരു സോഴ്സിൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഴ്സിലെ ലോസിനെ ഈ സോഴ്സിലെ ഇൻകവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡ്. ഒരേ ഹെഡിൽ തന്നെയുള്ള ഒരു സോഴ്സിൽ ലോസും മറ്റൊരു സോഴ്സിൽ ഇൻകം ആണെങ്കിൽ എന്ത് ചെയ്യാം? അത് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനെയാണ് സെറ്റ് ഓഫ് അണ്ടർ ദി സെയിം ഹെഡ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ സെയിം ഹെഡിൽ തന്നെ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് ചില എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ലോസ് ഫ്രം സ്പെക്യുലേഷൻ ബിസിനസ്. അതായത് സ്പെക്യുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള ലോസും കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഫ്രം അതർ ബിസിനസ്. ഇത് ബിസിനസ് ആണെങ്കിൽ പോലും മറ്റ് ബിസിനസ്സുകളിലെ ഇൻകവുമായിട്ട് ഇതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ, ഈ സ്പെക്യുലേറ്റീവ് ബിസിനസ്സിലെ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതെന്തുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ? അതർ സ്പെക്യുലേഷൻ ബിസിനസ്സിൽ നിന്നുള്ള മറ്റേതെങ്കിലും സ്പെക്യുലേഷൻ ബിസിനസ്സിലെ ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും ഒരു ബിസിനസ്സിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ കേസും. സ്പെസിഫൈഡ് ബിസിനസ്സും എന്ത് ചെയ്യാൻ സാധിക്കില്ല? മറ്റ് ബിസിനസ്സിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. മറ്റ് സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. നോർമൽ ബിസിനസ്സിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്പെസിഫൈഡ് ബിസിനസ്സിലെ ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഒരു കാരണവശാലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തത് ലോസ് ഫ്രം ഹോഴ്സ് റേസ് ആണ്. സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം ഹോഴ്സ് റേസസ് ആൻഡ് നോട്ട് എഗെയിൻസ്റ്റ് എനി അതർ ഇൻകം അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതായത് ഹോഴ്സ് റേസിൽ നിന്നും ലോസ് വന്നു കഴിഞ്ഞാൽ അത് ഹോഴ്സ് റേസിലെ ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇൻകം ഫ്രം അതർ സോഴ്സസിലെ മറ്റൊരു ഹെഡിലെ മറ്റൊരു ഇൻകവുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയുമാണ് അതിൻ്റെ സെയിം ഹെഡിലുള്ള സെറ്റ് ഓഫിൽ പറഞ്ഞിരിക്കുന്ന എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ അതർ ഹെഡ് ആണ്. സെക്ഷൻ 71. അതായത് ഒരു ഹെഡിൽ ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റേതെങ്കിലും ഒരു ഹെഡിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, നോക്കുക. ആഫ്റ്റർ സെറ്റ് ഓഫ് എ ലോസ് അണ്ടർ ദി സെയിം ഹെഡിലെ
നേരത്തെ നമ്മൾ ചെയ്തതുപോലെ സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റിൽ റിമെയിൻ സം ലോസ് ഷാൽ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ എനി അതർ ഹെഡ്. അതായത് ഒരു ഹെഡിലുള്ള ഒരു സോഴ്സിൽ ലോസും മറ്റൊരു സോഴ്സിൽ ഇൻകവും വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് ചെയ്തു. അതിനുശേഷം വീണ്ടും ലോസ് ആണ് വന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ലോസിനെ മറ്റേതെങ്കിലും ഒരു ഹെഡിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകം മറ്റേതെങ്കിലും ഒരു ഹെഡിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ 2 lakh rupees വരെയാണ് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ റിമൈനിങ് എന്നിട്ടും ലോസ് ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യാൻ നമുക്ക്? പിന്നീട് വരുന്ന 8 വർഷങ്ങളിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ക്ലിയർ? ഇനി അടുത്ത ഒരു കാര്യം ഇതിൽ പറയുന്നത്, ഫോളോയിങ് ലോസസ് കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് അതർ ഹെഡ്. ഇനി പറയുന്ന കുറച്ച് ലോസസ് മറ്റ് ഹെഡുകളിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ആ സെയിം ഹെഡിൽ തന്നെ സെയിം സോഴ്സിൽ നിന്ന് തന്നെ മാത്രമാണ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്പെക്കുലേഷൻ ലോസ് മറ്റൊരു ഹെഡിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസ് മറ്റൊരു ഹെഡിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഹോഴ്സ് റേസിലെ ലോസ് മറ്റൊരു ഹെഡിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന ലോസ് മറ്റൊരു ഹെഡിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ any loss not allowed to set off against winning from races, lotteries, crossword puzzles, etc. അതായത് ഒരു ലോസും ഈ പറയുന്ന കാഷ്വൽ ഇൻകവുമായിട്ട്, കാഷ്വൽ ഇൻകം എന്ന് പറയുന്ന പേരിൽ വരുന്ന ഇൻകംസുമായിട്ട് ഒരു ലോസും സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് സ്പെക്കുലേഷൻ ലോസ് ആണ്. സ്പെക്കുലേഷൻ ലോസ് പറയുന്നത് സെക്ഷൻ 73 സബ്സെക്ഷൻ 1ലാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. സ്പെക്കുലേഷൻ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് അനദർ സ്പെക്കുലേഷൻ ബിസിനസ്. അതായത് സ്പെക്കുലേഷൻ ലോസ് മറ്റൊരു സ്പെക്കുലേഷൻ ബിസിനസ്സിലെ പ്രോഫിറ്റ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ലോസ് ഫ്രം നോൺ സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് വെച്ചാൽ നോർമൽ ബിസിനസ്സിൽ നിന്നുള്ള ലോസ്. അതുപോലെ ലോസ് അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ് can be set off against profit of a speculation business. അതായത് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ലോസ്, അതുപോലെ ഒരു നോർമൽ ബിസിനസ്സിൽ നിന്നുള്ള ലോസ്. നോൺ സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ നോർമൽ ബിസിനസ്, സാധാരണ ബിസിനസ്, ഒറിജിനൽ ബിസിനസ് ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ലോസ്. അതുപോലെ തന്നെ അതർ സോഴ്സുകളിൽ നിന്നുള്ള ലോസ്. ഇതൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്? സ്പെക്കുലേഷൻ ബിസിനസ്സിലെ പ്രോഫിറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസ് മറ്റൊരു സ്പെക്കുലേഷൻ ബിസിനസ്സിലെ പ്രോഫിറ്റ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേസമയം എന്തു ചെയ്യാം? ഹൗസ് പ്രോപ്പർട്ടി ലോസ്, ബിസിനസ് ലോസ്, നോർമൽ ബിസിനസ് ലോസ്, അതർ സോഴ്സസിൽ വരുന്ന ലോസ്, ഇതൊക്കെ എന്തുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാം? സ്പെക്കുലേഷൻ ബിസിനസ്സിലെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ദെൻ ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ്, സെക്ഷൻ 73A സബ്സെക്ഷൻ 1. അതായത് സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം അതർ സ്പെസിഫൈഡ് ബിസിനസ്, മറ്റ് സ്പെസിഫൈഡ് ബിസിനസ്സിലെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ദെൻ ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസ്. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. സെക്ഷൻ 74A സബ്സെക്ഷൻ 3. അതായത് ഇൻകം ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസുമായിട്ട് മാത്രമേ ഇതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു
ഇൻകവുമായിട്ട് ഇതിന് ഈ ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസിൽ വരുന്ന ലോസിന് മറ്റൊരു ഇൻകവുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. അത് ക്യാൻ ബി സെറ്റ് ഓഫ് against other income falling under the head other than speculation business as well as any other head of income except income from salary. അതായത് ഈ ബിസിനസ് ഓർ പ്രൊഫഷനിൽ നിന്ന് വരുന്ന ലോസ് എന്ത് ചെയ്യാവുന്നതാണ്, സെറ്റ് ഓഫ് ചെയ്യാം. എങ്ങനെയാണ്? അതർ ഇൻകം ഫോളിങ് അണ്ടർ ദി സെയിം ഹെഡ്, അതേ ഹെഡിൽ തന്നെ വരുന്ന മറ്റേതെങ്കിലും ഒരു ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ഏതൊഴികെ? സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ഒരു പ്രോഫിറ്റ് ഒഴികെ മറ്റേതെങ്കിലും ഇൻകവുമായിട്ട്, അതായത് അതേ ഹെഡിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഹെഡിലുള്ള ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. മറ്റേതെങ്കിലും ഹെഡിലെ ഇൻകം എടുക്കുമ്പോൾ ഒരു കാരണവശാലും സാലറി എന്ന് പറയുന്ന ഹെഡിലെ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. സാലറി ഒഴികെയുള്ള മറ്റേത് ഹെഡിലെ ഇൻകവുമായിട്ടും ഇതിനെ ഈ ബിസിനസ് ഓർ പ്രൊഫഷനിലെ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ ലോസ് ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യാവുന്നത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ടോ സെറ്റ് ഓഫ് ചെയ്യാം. അതേസമയം ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് എങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് പറയുന്നത് ലോട്ടറി, ക്രോസ് ബോർഡ് പസിൽസ്, ഗാംബ്ലിങ്, കാർഡ് ഗെയിം, ബെറ്റിംഗ്. ഇതൊന്നും കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി ഇൻകം. ഇതിൽ എന്തെങ്കിലും ലോസുകൾ വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു ഇൻകവുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അടുത്തത് പറഞ്ഞിരിക്കുന്നത് ലോസ് ഓഫ് AOP ഓർ BOI ആണ്. അത് പറയുന്നത് കനോട്ട് ബി സെറ്റ് ഓഫ് ഇൻട്രാ ഹെഡ് വൈസ് ഓർ ഇന്റർ ഹെഡ് വൈസ്. ഇൻട്രാ ഹെഡുമായിട്ടോ അല്ലെങ്കിൽ ഇന്റർ ഹെഡ് വൈസ് ആയിട്ടോ ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് മെമ്പേഴ്സിന് ഈ ലോസിന്റെ ഷെയർ ഉണ്ടാവുമല്ലോ. ആ ഷെയർ ഓഫ് ലോസ് മെമ്പേഴ്സിന്റെ പേഴ്സണൽ ഇൻകവുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയുമാണ് സെറ്റ് ഓഫ് ലോസസിന്റെ ഡിഫറെന്റ് ക്രൈറ്റീരിയാസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ആണ്. ഈ ലോസുകൾ നമ്മൾ സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷവും അതിൽ റിമൈനിങ് ബാലൻസ് ലോസ് ആയിട്ട് തന്നെ വരുന്നുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യാം? നമുക്ക് അടുത്ത വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പറഞ്ഞിരുന്നു മറ്റേതെങ്കിലും ഒരു സെയിം സോഴ്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അതല്ല മറ്റേതെങ്കിലും ഒരു ഹെഡുമായിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത് എങ്കിൽ 2 ലക്ഷം രൂപ വരെയാണ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ടും ലോസ് ആണ് ബാലൻസ് എങ്കിൽ പിന്നീട് അത് 8 വർഷം വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ആ ലോസ് ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആയിട്ട് മാത്രമേ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. അതായത് ബിസിനസ് ഓർ പ്രൊഫഷനിലെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് ഷാൽ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ ദി ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് ഓർ പ്രൊഫഷനിലെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് അതേ ഹെഡിൽ തന്നെ ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിലെ ഇൻകം ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Okay, then loss can't be wholly set off carry forward for a period of 8 years. അതായത് ഫുള്ളായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? 8 വർഷം വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഇനി അതേസമയം
ഒരു ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു, അങ്ങനെയാണെങ്കിൽ ലോസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. ആ ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ് എങ്കിൽ ആ ബിസിനസ്സിൻ്റെ ലോസ് എങ്ങനെയാണ് ചെയ്യാവുന്നത്? ക്യാൻ ബി ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ബിസിനസ്സിലെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ലോസ് ഓഫ് സ്പെക്കുലേഷൻ ബിസിനസ് ആണ്. സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസ് എങ്ങനെയാണ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്. ക്യാരി ഫോർവേഡ് ചെയ്ത ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നത് എന്തുമായിട്ടായിരിക്കണം? പ്രോഫിറ്റ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ആയിരിക്കണം. ഓക്കെ. അതായത് ഒരു സ്പെക്കുലേഷൻ ബിസിനസ്സിലെ പ്രോഫിറ്റ് ആയിട്ട് മാത്രമേ സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്താൽ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. ഇനിയും ഫുള്ളായിട്ട് അത് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും 4 വർഷം വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഇതിലൊരു ഓർഡർ നമുക്ക് നോക്കാനുണ്ട്. സ്പെക്കുലേഷൻ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ അതിലെ ഒരു ഓർഡർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്ത് അല്ലെങ്കിൽ ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്ന ആ ഒരു സ്പെക്കുലേഷൻ ലോസ്, അതുപോലെ തന്നെ ചിലപ്പോൾ കറണ്ട് ഇയർ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസും ചിലപ്പോൾ ഉണ്ടാകാം. ഓക്കെ. അതായത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന സ്പെക്കുലേഷൻ ലോസോ അതുപോലെ തന്നെ നോൺ സ്പെക്കുലേഷൻ ബിസിനസ് ലോസ്, അത് കറണ്ട് ഇയറിലെ ആയിരിക്കാം. ഇത് എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് 2 രീതിയിൽ സെറ്റ് ഓഫ് ചെയ്യാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് either first step set off the speculation loss brought forward from an earlier year against speculation profit of the current year എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതിനു മുൻ വർഷങ്ങളിലെ സ്പെക്കുലേറ്റീവ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് കറണ്ട് ഇയറിലെ സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. ദെൻ എന്നിട്ട് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ദ കറണ്ട് ഇയർ ലോസ്. കറണ്ട് ഇയറിലെ ലോസ് എന്ത് ചെയ്യുക? അതർ സോഴ്സസ് ഓഫ് ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ടും അതിൽ ബാലൻസ് ഉണ്ട് എങ്കിൽ എഗെയിൻസ്റ്റ് കറണ്ട് ഇയർ സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ്, അതായത് കറണ്ട് ഇയറിലെ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് എന്ത് ചെയ്യാം? അതർ സോഴ്സസുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ടും അതിൽ ലോസ് ബാലൻസ് ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യുക? കറണ്ട് ഇയറിലെ സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. ഇത് ഒരു രീതി. അതല്ല എങ്കിൽ മറ്റൊരു രീതി പറയുന്നത്, ഫസ്റ്റ് എന്ത് ചെയ്യുക? കറണ്ട് ഇയർ ലോസ്, നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിന്നുള്ള കറണ്ട് ഇയർ ലോസ്, അതുപോലെ തന്നെ and other sources against the current year speculative profit, and then അതായത് കറണ്ട് ഇയർ ബിസിനസ് ലോസ്, അതായത് നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലെ കറണ്ട് ഇയർ ലോസ് എന്തുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? ആൻഡ് അതർ സോഴ്സസ് എഗെയിൻസ്റ്റ് കറണ്ട് ഇയർ സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. കറണ്ട് ഇയറിലെ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസോ അതുപോലെ അതർ സോഴ്സസിലെ ലോസസോ എന്ത് ചെയ്യുക? സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റുമായിട്ടും കറണ്ട് ഇയറിലെ സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? ബ്രോഡ് ഫോർവേഡ് സ്പെക്കുലേറ്റീവ് ലോസസ് എന്ത് ചെയ്യുക? സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. ഇതിലേതാണോ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത്, അസസിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ഏതാണോ തോന്നുന്നത് ആ രീതിയിൽ അസസിക്ക് അത് എടുക്കാവുന്നതാണ്. ഓക്കെ. അതാണ് ലോസ് ഓഫ് സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് ആണ്. അതിൽ പറയുന്നത് ബ്രോഡ് ഫോർവേഡ് ലോസ് ഷാൽ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ്. അതായത് സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്താൽ അത് സ്പെസിഫൈഡ് ബിസിനസ്സിലെ പ്രോഫിറ്റുമായിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ക്യാപിറ്റൽ ലോസസ് ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിലെ ഇൻകം ആയിട്ട് ഏത് ഇൻകം ആയിട്ട് വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ. ദെൻ സെറ്റ് ഓഫ് ചെയ്തിട്ട് ഫുള്ളായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യാം? 8 വർഷം വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ.
ദെൻ അതിൽ തന്നെ വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാവുന്നത് എന്തുമായിട്ടാണ്? ക്യാപിറ്റൽ ഗെയിനിലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി തീർന്നില്ല എങ്കിൽ, സെറ്റ് ഓഫ് ചെയ്ത് തീർന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ. ഇനി ലോസസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് ഹോഴ്സ് റേസസ് ആണ്. അതിൽ പറയുന്നത് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലോസസ് എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യാവുന്നത്? ഇൻകം ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് ഹോഴ്സ് റേസസ്, അതിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. തീർന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? 4 വർഷത്തേക്ക് കൂടി അത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഇനി ഒരു ഓർഡർ ഓഫ് സെറ്റ് ഓഫ് പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഇത്രയും ഐറ്റംസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ പറയുന്നത്? ആദ്യം കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ സെറ്റ് ഓഫ് ചെയ്യുക. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ് അതുണ്ട് എങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യുക. ദെൻ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസസ് സെറ്റ് ഓഫ് ചെയ്യുക. ഓക്കെ, അതായത് ഇതിന് മുൻ വർഷങ്ങളിലെ ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യുക. ദെൻ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ സെറ്റ് ഓഫ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻസസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ് ഉണ്ട് എങ്കിൽ അതും സെറ്റ് ഓഫ് ചെയ്യുക. ഓക്കെ.